ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കലാമണ്ഡലം ഗീതാനന്ദൻ ആശാൻ്റെ വസതിയിലാണ്. ചെറുതുരുത്തി പുതുശ്ശേരി ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വീടിൻ്റെ മുകളിൽ തന്നെ കലാമണ്ഡലം നമ്മളെ ഗീതാനന്ദൻ ആശാൻ്റെ ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്. സോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ആ കാഴ്ചയിലേക്കൊന്ന് പോവാം. സോ നമ്മൾ വീടിൻ്റെ മുകളിൽ തന്നെയാണ് മ്യൂസിയം ഉള്ളത്. സോ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും ആശാൻ്റെ വലിയൊരു ഒരു ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ വിദേശികൾ എസ്പെഷ്യലി ഫോറിനേഴ്സാണ് അധികം ഇത് കാണാൻ വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, കലാമണ്ഡലത്തേക്ക് ഇഷ്ടംപോലെ ഫോറിനേഴ്സ് എല്ലാവരും വരാറുണ്ട്. സോ ഇവിടേക്ക് ഫോറിനേഴ്സാണ് അധികം സന്ദർശിക്കാൻ വരുന്നത്. ഇവിടെ ആശാന് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് കുറേ ഫോട്ടോസ്, കുറേ പ്രസിദ്ധരായ വ്യക്തികൾ കൂടിയെടുത്തുള്ള ഫോട്ടോസ്, എസ്പെഷ്യലി എടുത്തും നമ്മൾ ജഗതി, ശ്രീകുമാർ, ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ, MT വാസുദേവൻ നായർ, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധമായ ആൾക്കാരെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആശാൻ ഉപയോഗിച്ചിരുന്ന ഫോണ്, ടാബ്ലറ്റ്, പേഴ്സ്, ബെൽറ്റ്, അതുപോലെ ചെരുപ്പ്, ഗ്ലാസ്, വാച്ച്, പെന്ന്, ഇതൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആശാൻ്റെ ബയോഡേറ്റയും അതേപോലെ തന്നെ കിട്ടിയ അവാർഡ്സൊക്കെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമിലായി കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ തുള്ളൽ ഫ്രം കേരള കലാമണ്ഡലം 4 years, PG ഡിപ്ലോമ ഇൻ തുള്ളൽ ഫ്രം കേരള കലാമണ്ഡലം, പിന്നെ സ്കോളർഷിപ്പ് ഫോർ 3 years ഫ്രം കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങൾക്കറിയാം, ആശാൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കഥാനായകൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓട്ടം തുള്ളലിൻ്റെ ഒരു സ്റ്റാച്യു പോലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പ്രതിമയാണ് ഒരു ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ, ഗീതാനന്ദൻ ആശാൻ്റെ ഓരോ ഓട്ടം തുള്ളലിൽ പെർഫോം ചെയ്തതിൻ്റെ ഓരോ സ്കിൽസ് കാണാനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോന്ന് ഭാവത്തിലുള്ള ഓരോ സ്കിൽസ് കാണാനൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫാമിലീൻ്റെ ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ്, 10-50 ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മ്യൂസിയം ഉണ്ടാക്കാനുള്ളൊരു ഇത് ആശാൻ ഉള്ളപ്പോഴേ എൻ്റെ മനസ്സിലുള്ളതാണ്. ആശാൻ്റെ കുറേ അവാർഡ്സുകൾ, ഫോട്ടോസ്, പിന്നെ പേപ്പർ കട്ടിങ്സ് ഉണ്ട്. ഒരുപാട് പേപ്പർ കട്ടിങ്സ് എല്ലാം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഒരുപാട് കാലം മുമ്പേ വരെ തന്നെ പേപ്പറൊക്കെ കട്ടിയെടുത്ത് അതിൻ്റെ ഡേറ്റൊക്കെ കുറിച്ച് അതെല്ലാം അങ്ങനെ ആൽബം പോലെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, പിന്നെ സിനിമയുടെ ഇതും എല്ലാം കൂടി ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനന്നത് സൂചിപ്പിച്ചിരുന്നു, അങ്ങനെ നമുക്കൊന്ന് ചെയ്താലോ. ഞാൻ ബഹ്റിനിൽ പോയി കുറച്ച് മോളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ ഉമ്മർത്ത് കണ്ട് ഷോർട്ട് കേസ് പോലെ. അപ്പോൾ അത് ചെയ്തു വെച്ചു. അപ്പോഴും ഇതിലേക്കൊരു ഐഡിയ ഇല്ല ആൾക്ക്. അപ്പോൾ അത് ചെയ്തു വെച്ചു. അപ്പം ഇനി ഇത് വേണ്ടാന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് ചെയ്തത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്യണത്. എൻ്റെ ഒറ്റ ആഗ്രഹം തന്നെയാണ് ഈ മ്യൂസിയം ചെയ്തത്. അപ്പോൾ പിന്നെ അതിന് ഒരാളെ കണ്ടെത്തി, സുമേഷാണ് ഇത് ചെയ്തത്. അപ്പോൾ പിന്നെ ഇവിടെ ഓപ്പൺ ഡ്രസ്സായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി നമ്മൾ ഹോള് കെട്ടി പുറത്തുനിന്ന് കോണി വയ്ക്കലും ഇതെല്ലാം ചെയ്തത് തന്നെയാണ്. അപ്പോഴാണ് പിന്നെ ഈ പ്രതിമയുടെ ഒരു ഇത് പിന്നീട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അന്ന് സ്റ്റേജിലിട്ട അതേ ഡ്രസ്സാണ് നമ്മൾ പ്രതിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം പൈജാമ, കച്ച, പാവാട, കിരീടം, എല്ലാം അതെ അന്നത്തെ ഒരു ദിവസത്തെ എല്ലാം. അത് 5 കൊല്ലം വരെ എടുത്തു വെച്ചു. അങ്ങനെ ചിലപ്പോൾ വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട്
അപ്പോൾ ഒരു ഐഡിയ വന്നൊരു പ്രതിമ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്തതാണ്, ഫൈബറിൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ ഈ വീട്ടിൽ ഇപ്പോൾ ഭാവിയിലായാലും കുട്ടികൾക്കൊരു പ്രചോദനമാണ് ഇത് ചെയ്യണത്. അപ്പോൾ അത് വീടിനെ അവർക്ക് കുറച്ചും കൂടെ നോക്കാനുള്ളതും അച്ഛൻ്റെ ഓർമ്മകൾ കുറച്ചും കൂടെ അവരിലും കുറച്ച് ഉണ്ട്, എന്നാലും ഭാവിയിൽ അത് നശിച്ചു പോകരുത് എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ കുറച്ച് ഞങ്ങൾക്ക് വീഡിയോ കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പോൾ അമ്മ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓട്ടംതുള്ളൽ കലയെയും അതിൻ്റെ കലാകാരന്മാരെയും പരിപോഷിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് തുള്ളൽ എന്നുള്ളൊരു കലയെ ആ കലയിൽ തന്നെ ജീവിച്ച് ആ കലയിൽ വേദിയിൽ അരങ്ങിൽ വെച്ച് തന്നെ വിഷ്ണു ലോകം പോകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ കലാമണ്ഡലം ഗീതാനന്ദൻ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മുടെ വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ തുള്ളൽ കലയ്ക്ക് ചെയ്തിട്ടുള്ള പല സംഭാവനകളും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്ന അവാർഡ്സ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും അണിച്ചൊരുക്കുക എന്നുള്ളൊരു ഇതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഇതായിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ വരുന്ന തലമുറയ്ക്ക്, അതായത് ഒരു PhD അങ്ങനത്തെ ഒക്കെ ഒരു ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന സമയത്ത് ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ കൂടി ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു റെഫറൻസ് ഗ്രന്ഥശാല പോലെ അതിന്റെ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് മറ്റേ പാലക്കാട് അഖിലാണം എന്ന് പറയുന്ന ഒരു ദേശത്താണ് ജനിച്ചു വളർന്നത്. 7ാം ക്ലാസ്സിന് ശേഷം കേരള കലാമണ്ഡലത്തിൽ ആണ് വിദ്യാഭ്യാസം കേരള കലാമണ്ഡലത്തിൽ വിദ്യാഭ്യാസം തുടങ്ങി. അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ഒരു 37-38 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് കേരള കലാമണ്ഡലത്തിൽ. കൂടാതെ 10,000-ത്തിലധികം ശിഷ്യ പ്രശിഷ്യരെ ലോകമെമ്പാടും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 16,000 വേദികൾ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചു. അതിൽ നിരവധി വേദികളുണ്ട് നമ്മുടെ ഇന്ത്യയിലുടനീളവും വിദേശത്തും. നമ്മുടെ അബുദാബി, ദുബായ്, UAE മൊത്തം, പിന്നെ ബഹ്റൈൻ, സൗദി, ഖത്തർ, കുവൈത്ത്, അങ്ങനെ നിരവധി വേദികൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഈ ഒരു കലയ്ക്കുള്ള സംഭാവനകൾ മാനിച്ചുകൊണ്ട് അതിന് നിരവധി അവാർഡുകൾ തേടി വന്നിട്ടുണ്ട്. അതിലെടുത്തു പറയാവുന്ന കുറച്ച് അവാർഡുകൾ: കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ്, ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരം, ഏവൂർ ദാമോദരൻ നായർ പുരസ്കാരം, പിന്നെ തുള്ളൽ ചക്രവർത്തി പുരസ്കാരം, തുള്ളൽ കലാനീതി പുരസ്കാരം, തുള്ളൽ കലാരത്ന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് ഒരു 37 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ആസ്പദമാക്കി തുടങ്ങിയിട്ടുള്ള കമലതളം എന്നുള്ള സിനിമയിലാണ് ആദ്യമായി ഓട്ടംതുള്ളൽ കലാകാരനായിട്ട് തന്നെയാണ്, അധ്യാപകനായിട്ട് തന്നെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അവിടുന്ന് അങ്ങോട്ട് നിരവധി തൂവൽ കൊട്ടാരം, അനിയം ബാവ ചേട്ടൻ ബാവ, വധു ഡോക്ടറാണ്, മനസ്സിനക്കരെ തുടങ്ങിയ ഒരു 37 സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരള കലാമണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നമ്മുടെ വിദേശത്ത് പാരീസ്, ജർമ്മനി തുടങ്ങിയ സ്ഥലത്ത് പെർഫോമൻസിന് പോയതും ഈ തുള്ളൽ എല്ലാവരെയും കൂട്ടിയിട്ട് പോകാനുള്ള ഒരു ഭാഗ്യവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന്റെ ചുവടുകൾക്ക് പക്കമേളമായി മൃദംഗം വായിക്കാനുള്ള അവസരം ധാരാളം കിട്ടിയിട്ടുണ്ട്. ഒരു +1 കാലഘട്ടം മുതൽ നിരവധി വേദികൾ, ഒരു 10,000-2,000 പരം വേദികൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനും അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ടുള്ള ആളുകളുടെ പെർഫോമൻസിനും പക്കമേളമൊരുക്കാൻ, പിന്നണിയിൽ മൃദംഗം വായിക്കാൻ ഒരു അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മകനായി ജനിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഉള്ളിലിരച്ചിതുരുമ്പി ഏരിക്കുള്ളിലഹമ്മതി മുണ്ടികളേ